റഗാഗ് ഒമാനികളുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. കാണുമ്പോൾ നമുക്കൊരു നെയ്റോസ്റ്റ് പോലെയെല്ലാം തോന്നിക്കും. അതിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് പിന്നെ ഒമാനി ചിപ്സ് എല്ലാം പൊടിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ആക്കുന്നത്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ചിപ്സ് ഒരു ട്രഡീഷണൽ ഫുഡായതുള്ള ഇവിടം വരെ വന്നിട്ട് ഇതൊന്നൊന്ന് ടേസ്റ്റ് ചെയ്യാണ്ട് പോവാണ്ട്. ടേസ്റ്റ് ചെയ്യാതെ പോയാൽ അത് സ്മോൾ പീസ് ചെയ്തിട്ട് അവർ കട്ട് ചെയ്ത് തരും. കട്ട് സവാള ഗിരി അങ്ങനെ ആക്കിയിട്ട്. അത് ഇവിടെ വേറെ ഒരാളാ, അവിടെ വേറെ ഒരാളാ. small pieces وما اروح لاشتريها من الغاطير مره ولا عرفت بيسامحوها انا ഓർഡർ ചെയ്യാനും ഇത് പിക്കപ്പ് ചെയ്യാനും. small pieces ما اشوف അതിൻ്റെ അത്ര മതി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഒരു ഷെയറും ചെയ്യുക. കൂട്ടത്തിലൊരു സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ധൈര്യത്തിൽ എങ്ങനെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒമാൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇത്രയും ധൈര്യത്തിൽ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ ഇത്രയും ധൈര്യം കിട്ടിയത്. നമ്മൾ ഇറങ്ങിയത് മുതൽ മലയാളീസിനെ പോലെ തന്നെ ഒമാനികളും നമ്മൾ കാണുന്നത്. അത്രയും ഹെൽപ്പും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ കാണാൻ. ടേസ്റ്റ് നോക്ക്. ഭയങ്കര ചൂടാ. ബിസ്മില്ലാ. എങ്ങനെയുണ്ട്? നെയ്റോസ്റ്റ് പോലെയാ? അങ്ങനെ ആക്കിയിട്ടെടുക്ക്. ചേട്ടിട്ട് ചാടല്ല. ഈ റോസ്റ്റെല്ലാം മുട്ട ഈ റോസ്റ്റിന്റെ ഒരു വേറെ ഇതല്ല, എന്ത് പറയാ എഗ് ഉണ്ടാവില്ല. പ്ലീസ് വീഡിയോയിൽ പവർ കാണിച്ചെടുക്കിന്റെ എന്താ പ്ലീസ് അവള് വന്നൊരാട്ടാട്ടു. അതിന് ശേഷം ഞാൻ ഇന്ന ആട്ടാ അമ്മയാ, അതിന് ശേഷം ഇങ്ങനെയാണ് ആട്ടാ. ഉറപ്പാ? ഉറപ്പ് വരൂല. ആടിയുണ്ട് ഇവിടെ മൊത്തം ഉണ്ടാവും. അത് അപ്പുറത്തെ സൈഡതാ. ഞാൻ ആട്ടിത്തരാം. വാവേ ഉമ്മാന്റെ മൊയ്തോല, ഉമ്മാന്റെ മോന് വാവേ. അതല്ലേ കൊണ്ടുപോയി. എനിക്ക് ഇങ്ങനെ കാണാനേ ഉള്ളൂ. ഞാൻ പഠിച്ചു ഇങ്ങനെ. ഇത് ഹൈറ്റ് പോകുന്നില്ല, നീളത്തിൽ പോകുന്നു. അത് ഇത്രയും വൈഡായോണ്ട് അങ്ങനെ തോന്നുന്നു. ഞാനിരിക്കട്ടെ ഒന്ന്. ഞാൻ പ്ലീസ് പാടില്ല. അങ്ങനെയൊന്നുമില്ല, പാടല്ലുണ്ട്. എനിക്കൊരു പാടുമില്ല ഇരിക്കാൻ. എനിക്കൊരു പാടുമില്ല. പക്ഷെങ്കില്
ചവിട്ടല്ലടാ. എണീക്ക് എണീക്ക് എണീക്ക്. ആരല്ലോ രാമൻ ആടുന്നു പോലില്ല. ഒന്ന് വാ എണീക്ക്. ഒന്നാഞ്ഞോ ഇന്റെ പവർ കാണിച്ച അന്നെ 1 2 3 സ്റ്റാർട്ട്. എന്ത് രസാടാ നിന്റെ പൊന്നേ. ഞാനെണീക്കൂല. ആ വിട്ടോ വിട്ടോ. അങ്ങ് എയറിൽ കയറണേ. അവന്റെ പവറ് അവന്റെ പവറ് പവർ കാണിക്ക അവനാ. ഇനി ഇറങ്ങി ഇറങ്ങി ഇനി ആമിന ആമിന കഴിഞ്ഞ് ഇന്റെ റൗണ്ട് കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. അവൻ നേരെ ഇരിക്കും. നല്ല ഉണ്ടാവും. ഹന്നാൻ ആമിനാന്റെ അത്ര പവർ ഹന്നാനില്ല. പോകുന്നില്ല. ഇല്ല ഇനി ഉടായിപ്പ് ഇല്ല. നമ്മളങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അതിന്റെ പുറകിൽ തന്നെ ഫാമുണ്ട്. ഇവിടെ നിറയെ ഈന്തപ്പഴത്തിന്റെ സീസൺ. ഇപ്പൊ തണുപ്പായില്ലേ. ആ ഒരു ചൂട് ടൈമിന് ഈന്തപ്പഴം നിറയെ കാഴ്ച വയ്ക്കും. അത് അവിടെ കാണുന്നത് ഫാമിൽ മുയൽ, പിന്നെ ആട്, പിന്നെ എന്തൊക്കെയുള്ളത് നോക്കാലോ. വാ. അങ്ങനെ പോയി ഹായ് മാനുണ്ട്. ചെമ്മരിയാടോ. നിറയെ മുയൽ കാണുന്നുണ്ട്. പുള്ളിമാന്. ഹായ് റാബിറ്റ്. Ja, is wel lief, hè? Wow. Nee, ik kan niet weten, maar ik weet niet. Nee, plastic. Wat een mooie neus die heeft, hè? Ja? Eigenlijk is het wel heel leuk. ഇത് കൊടുക്കട്ടെ. ഇതാ നമ്മൾ നേരത്തെ കണ്ട പിന്നെ അതിന്റെ ഫോസിലത്. ഇത് കൊടുക്കട്ടെ. ആ കൊടുക്ക്. എന്റെ കളി കണ്ടാ തന്നെ പോവൂലേ. Die is wel echt cool orange, hoor. Ja? അതിന് വേണ്ടെന്ന് തോന്നുന്നു. അത് നേരെ വെച്ചു കൊടുക്കടാ. പേടിയാ. പിന്നെ ഞാനിപ്പ അതിനെ കൈമക്കിട്ടിട്ടുണ്ട്. ആമി 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 ഇതിനൊടുക്കേ. നേരെ കൊടുക്ക്. പരിചയപ്പെട്ടോ? ഇവന്റെ പേരാണ് ഹന്നാൻ. സോഹാറിൽ നിന്നും വരുന്നു. ഓക്കെ. പിന്നെ എന്നെ പിന്നെ അറിയാലോ. ധൈര്യം ചോർന്നു പോയ ആമിന. അവിടെ നേരെ കൊടുക്കണം. അതിനെന്ന് ഇത്ര പേടി നിങ്ങൾക്ക്? അതിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അങ്ങനെ കൊമ്പടിഞ്ഞു നിൽക്കുന്നോണ്ട് ആവുന്നില്ല. ജബൽ ഷംസ്. ഓ നിസ്ബി എത്തിയായിരുന്നു തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ. ഇനിയിപ്പോ സലാലെത്തിയാല്
പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ച ഒരു കിണറാണിത്. ഇങ്ങനെ 2-3 കിണർ ഇവരെ കണ്ട് നമ്മൾ. അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴും നല്ല വെള്ളമുണ്ട്. ഇപ്പം അത് ഉപയോഗിക്കാണ്ട് അവർ ഗ്രില്ലിട്ടിട്ട് അത് മൂടിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന കാണുന്നില്ല, മോട്ടറൊന്നും കാണുന്നില്ല. നമ്മൾ അവിടുന്ന് നേരെ ഇതാ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോയി. ഭയങ്കര രസമാട്ടോ. പഴയ കാലത്ത് നമുക്ക് പൂർവികർ നമ്മളെ മുമ്പുള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര, എന്നെ സംബന്ധിച്ച് അതെല്ലാം ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. അവിടെ ഇതാ അവർ എന്തൊക്കെ കാര്യങ്ങൾ അവർ ബോർഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ പാത്രങ്ങളെക്കുറിച്ച് അവർ കുറേ കാര്യങ്ങളിങ്ങനെ ഇവിടെ ഈ ചുമരിൽ അങ്ങോളം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു കല്യാണ ഡ്രസ്സാണെന്ന് തോന്നുന്നു. ആഭരണങ്ങളും സ്ത്രീയുടെ കല്യാണ ഡ്രസ്സ് പഴയ കാലത്താണ് കേട്ടോ. പഴയ കാലത്ത് അവർ ഉപയോഗിച്ച് വന്ന വെള്ളി ആഭരണങ്ങളാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ. അങ്ങനെ ഈ കോട്ടയിൽ നമ്മളിതാ ഇത് ഈത്തപ്പഴത്തിൻ്റെ ഹൽവയില്ലേ, അതുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ പാത്രം ഇതെല്ലാമാണ് ഇവിടെ ഉള്ളത്. ഇത് അവർ തന്നെ മെടഞ്ഞെടുക്കുന്ന ഈന്തപ്പഴൻ്റെ ഓലനെ കൊണ്ട് മടയുന്ന കൊട്ടകളാണ്. ഇത് സ്റ്റോറേജാണ്. ഈത്തപ്പഴം അവർ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്ന ഒരു സ്റ്റോറേജ്. ഇതും എല്ലാം ഒരുപാട് എന്താ പറയുക, അവരെ പണി ആയുധങ്ങളാണ്. ആ ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവരെ പഴയകാല ജീവിതം. ഒമാനികൾ ശരിക്കും പണ്ട് മുതലേ അവർ കൃഷിക്കാരാണ്. അപ്പം അതിൽ നിന്നാണ് ഇപ്പോഴും ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. പക്ഷെ എന്നാലും അവർക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള അവരൊരു രീതി വിട്ടിട്ട് അവർ കളിക്കൂല. ഫേസ് മാസ്ക് നമ്മളിപ്പം ചില ഒമാനീസ് പെണ്ണുങ്ങളല്ലേ ഇത്. നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. അവിടെ നിന്ന് പുറത്ത് കാവയുണ്ട്. കാവയും കുടിച്ച് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഹൽവയും കഴിച്ച് നമ്മളിതാ ഫോട്ടോ കഴിഞ്ഞു. ഇൻഷാല്ലാ നമ്മളെ വീഡിയോ എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റും കൂടി തരിക. അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ച് തരിക. അപ്പോൾ ബൈ.